Good afternoon, all. Good afternoon, ma'am. അപ്പോൾ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് എടുത്തു തുടങ്ങിയത്. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമ്മളെവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? അഡ്വാൻറ്റേജസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ക്ലിയർ ആണോ അഡ്വാൻറ്റേജസ് വരെ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കണ്ടു സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ, സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. നമുക്ക് റോൾ അല്ലെ, അഡ്മിനിസ്ട്രേഷനിൽ ആ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോ എന്താണ് പ്രധാനമായിട്ടും അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ അവരുടെ സ്കില്ലും അറിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അല്ലെ, ഒരു പ്രോസസ്സാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ പങ്ക് നമുക്കറിയാം. തീരുമാനങ്ങൾ അല്ലെ, എല്ലാ തരത്തിലുള്ള ഡിസിഷൻസും എടുക്കുന്നത് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ്. അവർ മാനേജ്മെന്റിനോട് കൺസേൺ അല്ലെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫോർമേഷൻ. നമുക്കറിയാം ഈ സ്കില്ല് അല്ലെ അവിടെയുള്ള ഏതൊരു വർക്കേഴ്സിന്റെ അവരുടെ എല്ലാ തരത്തിലുള്ള സ്കില്ലുകളും അത് പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്താണ് പ്രധാനമായിട്ടും എന്താണ് അവരുടെ പ്രിൻസിപ്പിൾസ് അല്ലെ, പഠന തത്വം അവിടെ ഉപയോഗപ്രദമാക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതായത് ഇവര് എല്ലാവരും അല്ലെ കൃത്യമായിട്ട് തന്നെ ഓരോ പേഴ്സൺസിനെയും പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഓരോ പ്രോഗ്രാംസുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ലെവലിലുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അല്ലെ കൃത്യമായിട്ട് പഠനത്തിന് വിധേയമാക്കിയിട്ട് ആ ഒരു പഠന തത്വം ഉൾക്കൊണ്ടിട്ട് വേണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് എന്താണ് യൂസസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. അതായത് സ്റ്റാഫുകളുടെ ശക്തി അല്ലെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളത് അത് ഒരു പ്രധാനപ്പെട്ട പങ്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റോളുള്ളവർക്ക് നമുക്ക് ഏതെങ്കിലും അല്ലെ ഒരു ടീച്ചിങ് ടെക്നിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും നല്ല വശങ്ങളല്ലേ, നല്ല ട്രെയിനിങ്ങോ നല്ല അറിവുകളൊക്കെ അവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ് കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. നമുക്കറിയാം പ്രധാനമായിട്ടും അവരെന്താണ് ലക്ഷ്യമിടുന്നത് അവിടെയുള്ള വർക്കേഴ്സിന്റെ എബിലിറ്റി അല്ലെ അവരുടെ കഴിവ് വികസിപ്പിക്കുക. അപ്പൊ എപ്പോഴും എന്താണ് അവരെ കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. എപ്പോഴും ഏത് യൂണിറ്റ് ആണ് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക. നമുക്കറിയാം ഒരു മോശം അല്ലെ നല്ല റിസൾട്ട് കാണിക്കാത്ത ഏതെങ്കിലും യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും അതിന്റെ കാരണം എന്താന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് പുതിയ കാര്യങ്ങൾ അല്ലെ ആ ഒരു പ്രോബ്ലം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ കണ്ടിന്യൂസ്ലി അസസ് ചെയ്യണം. കണ്ടിന്യൂസ്ലി അസസ് എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടിന്യൂസ്ലി അസസ് ചെയ്യുന്ന പറയുമ്പോൾ തുടർച്ചയായിട്ട് വിലയിരുത്തേണ്ടിയിരിക്കണം അല്ലെ. തുടർച്ചയായിട്ട് നമ്മളിപ്പോ ഏത് കാര്യമാണെങ്കിലും കുട്ടികളാണെങ്കിലും പഠിക്കുമ്പോഴേ നമ്മളിപ്പോ എന്താണ് അവരെ തുടർച്ചയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലാണ് തീർച്ചയായിട്ടും അവരെ
കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തുമ്പോഴാണ് അവർക്ക് എന്താണ് അല്ലെ, ഏത് ഭാഗത്താണ് അവർക്ക് കുറച്ച് പ്രോബ്ലം വന്നിരിക്കുന്നത്. ചിലപ്പോൾ മാത്സിനായിരിക്കാം, ഇംഗ്ലീഷിനായിരിക്കും എന്ന് പറഞ്ഞ മാതിരി തന്നെ തൊഴിലാളിയുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അല്ലെ എന്തെങ്കിലും സ്പീഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ വരണമെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും അവരെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. പിന്നെ എന്താണ് ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. എന്താണ് സ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ? സ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ വൈദഗ്ധ്യക്കുറവ് അല്ലെ, എന്തെങ്കിലും ആ കഴിവിന്റെ ആ ഒരു അഭാവം അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലം അല്ലെ, ആ ഒരു ഇതുകൾ ഉണ്ടായെങ്കിൽ. ഒരു മിനിറ്റ്, നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്കത് ഓക്കെ. അപ്പൊ എന്തെങ്കിലും അല്ലെ സ്കില്ലിന് ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പകർന്നു കൊടുക്കും അല്ലെ. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്, എന്തെങ്കിലും വൈദഗ്ധ്യ കുറവുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തന്നെ അവർക്ക് അല്ലെ അത് സംബന്ധിച്ച് തന്നെ നേതൃത്വം കൊടുക്കാനുണ്ട്. അവിടെ ഇപ്പോ നമുക്കൊരു ചെറിയ അല്ലെ പുതിയൊരു ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, അത് അതിലേക്ക് ലയിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഒരു നേതൃത്വം നിന്ന് തന്നെ അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് തന്നെ നേതൃത്വം നിന്ന് തന്നെ അത് സ്റ്റാർട്ടപ്പ് ആക്കി എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കണമെന്നുള്ളത്. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കില്ല് ഡെഫിസിറ്റ്. അത്രയുമാണ് 4 പോയിന്റ്സ് ആണ് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. വലിയ ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ കൂടി ജസ്റ്റ് വായിച്ചു തന്നെ നോക്കാം, മനസ്സിലാക്കി പോവുക. സ്റ്റാഫ് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ? നമുക്കറിയാം പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പോളിസിയിൽ എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജുകളെല്ലാം അഡ്മിനിസ്ട്രേറ്റർ മാനേജറുമായിട്ട് അല്ലെ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ, ഏതൊരു സ്ഥാപനത്തിലും അത് നടപ്പാക്കി കൊണ്ടുവരിക. അപ്പൊ അവര് അത് കൃത്യമായിട്ട് തന്നെ ഏതോ ഒരു എംപ്ലോയീസിന്റെ ഇടയിലും കൃത്യമായിട്ട് തന്നെ എപ്പോഴും പഠിച്ച് വിലയിരുത്തി അത് മനസ്സിലാക്കി ടീച്ചിങ് ടെക്നിക് കൂടി കൊടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അല്ലെ അവിടെ പഠന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരിലേക്ക് ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നേതൃത്വം നിൽക്കേണ്ട സമയമുണ്ടെങ്കിൽ നേതൃത്വം നിന്നുകൊണ്ട് തന്നെ അവരിലേക്ക് ആ ട്രെയിനിങ് പാക്കേജസ് ഒക്കെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എല്ലാവരും സൈലന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്? ഇത് ഇച്ചിരി കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോരെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഈ ഒരു ഭാഗത്തുനിന്ന്, അതായത് ഇതിന് താഴെയുള്ള കുറച്ച് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. എന്താണ് ദ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിറ്റർമിൻസ് ദ എംപ്ലോയീസ് ബിഹേവിയർ ത്രൂ ദ എഫക്ട് ഓഫ് റോൾ, പവർ, സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ? ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? എന്താണ് ഹൈറാർക്കി എന്ന് പറയും? ഓക്കെ, ഓർഡർ അല്ലെ. കേട്ടോ,
ഓക്കെ, വിസിബിൾ ആണല്ലോ അല്ലെ? വിസിബിൾ ആണോ? അപ്പൊ നമ്മള് എന്താണ് ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് തുടങ്ങി വെച്ചത്? നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഹൈറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഓർഡർ അല്ലെ, ഓർഡറുകൾ അനുസരിച്ച് നമുക്കറിയാം ഓരോ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഓർഡറുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. നഴ്സിംഗ് എന്ന ഒരു ഫീൽഡിലുള്ള അവരുടെ ആ പൊസിഷൻ, അതായത് അവരുടെ ഡിഗ്നിറ്റി അനുസരിച്ച്, അവരുടെ അന്തസ് അനുസരിച്ചിട്ട് അവർക്ക് ഓരോ തലങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. The structure of organization determines the employee behavior through the effect of role, power, status, responsibility, authority and communication. നമുക്കറിയാം അവിടെ ഓരോ പേഴ്സൺസ്, ഓരോ നഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ഓരോ പങ്ക് അല്ലെ, അവരുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആശയവിനിമയം നടത്തേണ്ട ആ ഒരു മാറ്ററുകൾ, അങ്ങനെ അതെല്ലാം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റം അല്ലെ. ആ ഒരു പെരുമാറ്റ ശ്രേണി അനുസരിച്ചിട്ട് തന്നെയാണ് ഓർഗനൈസേഷൻ എന്നുള്ളത്, അതായത് ആ ഒരു ഘടന സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഏതോ ഒരു നഴ്സിംഗ് ഫീൽഡ് ആണെങ്കിലും അവിടെ അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. ആ ഘടന എങ്ങനെയല്ല അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓരോ പേഴ്സൺസിലും നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അതല്ലെങ്കിൽ എന്താണ് അവരുടെ അധികാരങ്ങൾ, അതല്ലെങ്കിൽ എന്താണ് അവരുടെ സ്റ്റാറ്റസ് അല്ലെ, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ആ സ്റ്റാറ്റസ്, അതിന്റെ ബേസിലാണ് ഓരോരുത്തർക്കും ഓരോ പൊസിഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. നഴ്സിംഗ് ഈസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എവറി ഹോസ്പിറ്റൽ, ഹെൻസ് ഇറ്റ് ഹാസ് എ ഹൈറാർക്കി ആസ് എ ഡോക്ടേഴ്സ് ഡു. നമുക്കറിയാം ഡോക്ടേഴ്സിനെ പോലെ തന്നെ നമുക്കറിയാം ഡോക്ടേഴ്സ് അല്ലെ, അതിലും എന്താണ് ജൂനിയർ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. അതുമാതിരി തന്നെ പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ് അല്ലെ, ഒരു പോസ്റ്റുകൾ തന്നെയാണ് നഴ്സിംഗ് ഫീൽഡിലും ഉള്ളത്. ഇപ്പൊ നഴ്സിംഗ് ഇസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എവറി ഹോസ്പിറ്റൽ, ഹെൻസ് ഇറ്റ് ഹാസ് ഹൈറാർക്കി ആസ് എ ഡോക്ടേഴ്സ് ഡു. ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഒരു ഹൈറാർക്കി ആർക്കുമുണ്ട് നഴ്സിംഗ് ഫീൽഡിലുമുണ്ട്. ഓക്കെ, അപ്പൊ നഴ്സുമാരുടെ ആ ഫീൽഡിലുള്ള ഹൈറാർക്കിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ. അത് ബേസ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ട് തന്നെ നഴ്സിംഗിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഏറ്റവും ടോപ്പിലുള്ളത് ആ ഹൈറാർക്കി മോഡലിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്തിരിക്കണം. ആരാരുടെ കീഴില് അല്ലെ, അവരുടെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഇതിൽ തന്നെ പോകണം. ചിലപ്പോഴൊക്കെ ഈ ഒരു ഹൈറാർക്കിയുടെ ആ ഒരു ടേബിൾ തന്നെ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെ അണ്ടറിലാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏറ്റവും ടോപ്പിലുള്ളതാണ് നഴ്സിംഗ് ഡയറക്ടർ, ദെൻ നെക്സ്റ്റ് എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, then nursing supervisor, nursing in charge, staff nurse, nursing assistant. നമുക്കറിയാമല്ലേ, വല്ലപ്പോഴൊക്കെ ഹോസ്പിറ്റലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം ഇടയ്ക്കൊക്കെ സൂപ്പർവൈസർ വന്ന് പോകുന്ന ഇൻചാർജ് ഉള്ള നേഴ്സൊക്കെ വരുന്നതൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി എന്താണ് സന്ദർശിച്ചു കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു ഓർഡർ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകണം. നഴ്സിംഗ് ഡയറക്ടർ ആണ് ഏറ്റവും ടോപ്പില്, അവരുടെ കീഴിലാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, then nursing supervisor, nursing in charge, then staff nurse, nursing assistant. ഇനി ഓരോരുത്തരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻസിന് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യവും വരുന്നത്. കാരണം ഓരോരുത്തരുടെ ഡ്യൂട്ടി തന്നിട്ട് ഏത് തരത്തിലുള്ള ഏത് സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യുന്ന നഴ്സിന്റെ ഡ്യൂട്ടിയാണെന്ന് ചോദിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകണം. നഴ്സിംഗ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതേമാതിരി തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ, അങ്ങനെ താഴേക്കുള്ളവര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്റ്റാഫ് നഴ്സ് എന്താണ് ചെയ്യുന്നത് അല്ലെ, ആ ഒരു കണ്ടന്റ് ഇത് കാണുമ്പോൾ തന്നെ അറിയും അവരെന്തൊക്കെ ചെയ്യാറ്. നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോയത് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ഹൈറാർക്കി നിങ്ങൾ ക്യാച്ച് ചെയ്തോ? ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? ഏറ്റവും ടോപ്പിലുള്ളത് നഴ്സിംഗ് ഡയറക്ടർ, ദെൻ അത് കഴിഞ്ഞാൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ്,
then ഏറ്റവും ലാസ്റ്റ് ആരാണ്? നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ഏറ്റവും ലോവർ ലെവലിലുള്ളത് നഴ്സിംഗ് സ്റ്റാഫ് ആണ്, നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അദ്ദേഹത്തിന് തൊട്ട് മുകളിലാണ് നഴ്സിംഗ് സ്റ്റാഫ് നഴ്സ് വരുന്നത്. ഓക്കെ, സ്റ്റാഫ് നഴ്സ് അതിന് തൊട്ട് മുകളിലാണ്. ആ ഒരു ഹൈറാർക്കി മോഡല് ഓർത്ത് വെച്ചേക്കുക. ഡയറക്ടർ, സൂപ്രണ്ടന്റ്, സൂപ്പർവൈസർ, ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ്. ഓക്കെ, നഴ്സിംഗ് ഡയറക്ടർ നമുക്ക് ആദ്യത്തെ തന്നെ ആ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഡിഗ്നിറ്റിയിലുള്ള പേഴ്സണെ നോക്കാം. നഴ്സിംഗ് ഡയറക്ടർ. It is the nursing director who provide direction to the nursing staff and coordinate health service. പറയാം അദ്ദേഹമാണ് അല്ലെ ഏറ്റവും ടോപ്പിലുള്ളതാണ്. അപ്പൊ എന്തായാലും നഴ്സുമാരെല്ലാം അല്ലെ അവരെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് അല്ലെ, അവരൊരു ദിശയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഓക്കെ കൺട്രോൾ. ഓക്കെ, അവരെ കൺട്രോൾ ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള വ്യക്തി ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. അത് തന്നെയാണ് പറയുന്നത്. നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് കോർഡിനേറ്റ് ഹെൽത്ത് സർവീസ്. നമ്മുടെ ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിച്ച് അതേമാതിരി തന്നെ ഒരേ ദിശയിലേക്ക് അല്ലെ ഒരേ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, ഒരേ ദിശയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റാഫാണ് ആരെന്ന് പറയുന്നത്? നഴ്സിംഗ് ഡയറക്ടർ. ഏറ്റവും ടോപ്പിലുള്ള പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ. ഓക്കെ, നഴ്സിംഗ് ഫീൽഡിൽ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പില് നഴ്സിംഗ് ഡയറക്ടർ ആണ്. Then their duties consist of supervising all nursing staff and looking after patient care as well administrative functions like record keeping, budgeting, etc. നമുക്കറിയാം ഇതല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. എല്ലാത്തിനും ഒരു സൂപ്പർവൈസറി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഏകോപിപ്പിച്ച്, അപ്പോ നമുക്കറിയാം അത് അവര് കൺട്രോൾ ചെയ്യണം അല്ലെ. ഒരു സൂപ്പർവൈസറി പോസ്റ്റും കൂടിയാണ് ആർക്കുള്ളത്? നഴ്സിംഗ് ഡയറക്ടറിനുള്ളത്. എന്താണ് അവര് പ്രധാനമായിട്ടും എങ്ങോട്ടേക്കാണ് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം പെടുന്നുണ്ട് അല്ലെ. ബഡ്ജറ്റ് ഉണ്ട്, കീപ്പിംഗ് റെക്കോർഡ്സുകളെല്ലാം നന്നായിട്ട് തന്നെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ടോ എന്ന് എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് പ്രധാനമായിട്ടും നഴ്സിംഗ് ഡയറക്ടറിന് ഉള്ളത്. ദെൻ വീണ്ടും പറയുന്നു, അറ്റ് മിനിമം they require co-workers or bachelor degree in nursing along with at least 10 years of experience in deemed firms. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം എന്താണ്? ബാച്ചിലർ ഡിഗ്രി ആണ്. ഒപ്പം തന്നെ ഡയറക്ടർ ആവണമെങ്കിൽ ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ കൂടി വേണം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എക്സ്പീരിയൻസ് അല്ലെ. ഒരു 10 വർഷത്തെ അതേ ഇതിൽ തന്നെ അല്ലെ ഡീംഡ് ഫേമുകളിൽ നമുക്കറിയാം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫേമുകളിലൊക്കെ കൃത്യമായിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഈ ഒരു പേഴ്സണ് ഉണ്ടായാൽ മാത്രമാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ പോസ്റ്റിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാച്ചിലർ ഡിഗ്രി പ്ലസ് 10 years എക്സ്പീരിയൻസ് ഇൻ ഡീംഡ് ഫേംസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ. അപ്പൊ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേരെ എന്താണ് മിനിമം ദേ റിക്വയർ co-workers or a bachelor degree in nursing along with at least 10 years അല്ലെ. 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടി അദ്ദേഹത്തിന് വേണം. ഇദ്ദേഹമാണ് ഏറ്റവും ടോപ്പിലുള്ള ഒരു ഡ്യൂട്ടി അല്ലെ ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടർ എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. അപ്പോ അതെല്ലാം തന്നെ മിക്കത് തന്നെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഏതാണ് ചോദിക്കണേന്ന് കൃത്യമായിട്ടെങ്കിലും ചില ക്വസ്റ്റ്യൻസുകളിലൊക്കെ കൃത്യമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ എന്താണ് അറേഞ്ച് ചെയ്യല്ലേ, ഹു അറേഞ്ച് കോർഡിനേറ്റ് അഡ്മിഷൻ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ടു ഡയറക്റ്റ് ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്സ്. ചിലപ്പോഴെങ്കിലും ഇതും കാണാറുണ്ട്. ആരാണ് അല്ലെ എല്ലാവരെയും എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെല്ലാം മേൽനോട്ടം വഹിച്ച് അല്ലെ അവരെല്ലാം വിലയിരുത്തി കൊണ്ടുപോകുന്ന വ്യക്തിത്വം ആരാണ്? ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിത്വമാണ്. അതായത് ഏറ്റവും പദവി അലങ്കരിക്കുന്ന എന്താണ്? നമ്മുടെ ഡയറക്ടർ, സ്റ്റാഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡയറക്ടർ ആണ്. അത് തന്നെയാണ് ഫസ്റ്റ് അല്ലെ ടു ഡയറക്റ്റ് ഓവർസീ ആൻഡ് എവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്സ്. നെക്സ്റ്റ് എന്താണ്? ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ്.
അവരെന്താണ് അതേമാതിരി തന്നെ എല്ലാ സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു അല്ലെ. എല്ലാ തരത്തിലുള്ള സ്റ്റാഫിംഗ് അത് സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗൈഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ ഇത്. ദെൻ എന്താണ് ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ദ എൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെ അത് ഉറപ്പുവരുത്തുകയാണ് ഓരോ ലോങ് ടേം ഗോളുകൾ ഇന്ന ലക്ഷ്യം നേടാനുണ്ട് എന്നുള്ളത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഒക്കെ ഫിക്സ് ചെയ്ത് അത് ഉറപ്പുവരുത്തി കൊണ്ടുപോകുന്നതും സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ദെൻ എന്താണ് അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. അതായത് എല്ലാ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് അത് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏകോപിച്ച് അല്ലെ. എന്താ ഒരു പേഷ്യന്റ് വരുമ്പോഴൊക്കെ അത് ഏതെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഏകോപിച്ച് അല്ലെ അതെല്ലാം അവരുടെ അഡ്മിഷനൊക്കെ ക്ലിയർ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ്. അവർക്ക് നല്ല ഒരു സുരക്ഷ അല്ലെ ഓരോ പേഷ്യൻസിനും നല്ല ഒരു സേവനം കാഴ്ചവെക്കണം. അപ്പൊ അതിന് വേണ്ട നടപടികളെല്ലാം ഏകോപിപ്പിച്ച് അഡ്മിഷൻ കൃത്യമാക്കി അറേഞ്ച് ചെയ്യുന്ന വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടറിന്റേത്. പിന്നെ എന്താണ് സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഫോർ ദി ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. അതായത് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ട് സാധ്യതകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ആ ഒരു പ്രോബ്ലംസിനൊക്കെ സെറ്റിൽ ചെയ്ത് അല്ലെ അതൊക്കെ കൈകാര്യം ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി ആർക്കുണ്ട്? നഴ്സിംഗ് ഡയറക്ടറിനുണ്ട്. സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഫോർ ദി ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. പേഷ്യൻസിനും ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിലും അതും സെറ്റിൽ ചെയ്ത് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി ആർക്കുണ്ട്? നഴ്സിംഗ് ഡയറക്ടറിനുണ്ട്. നമുക്കറിയാം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അപ്പൊ തന്നെ പരിഹരിക്കും അല്ലെ. ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോൾ ഡയറക്ടറിന്റെ ഒക്കെ അടുത്തെത്തും. ഏറ്റവും ഫൈനലൈസേഷൻ നടത്തുന്നത് അല്ലെ. ഇതെല്ലാം സാധാരണ രീതിയിൽ പറഞ്ഞു ഒതുക്കി തീർക്കാൻ പറ്റുന്നതൊക്കെ നമുക്കറിയാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകും. പക്ഷെ അറ്റ് എൻഡില് അല്ലെ ഡയറക്ടറിന്റെ കീഴിലായിരിക്കും ഏറ്റവും എൻഡില് നമ്മൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ സെറ്റ് ചെയ്ത് പോകുന്നത്. then എന്താണ് റിപ്പോർട്ട് ആഫ്റ്റർ മാനേജ്മെന്റ്. നമുക്കറിയാം ഇതിന്റെ മുകളിലും ഒരു പദവി അലങ്കരിക്കുന്നവരുണ്ട് അല്ലെ. നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന നഴ്സിംഗിന്റെ ഫീൽഡിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ എന്താണ് മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റിന്റെ കീഴിൽ അവര് പറയുന്ന ആജ്ഞാപനങ്ങൾ അല്ലെ ആജ്ഞകളൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ആര്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ. അപ്പൊ അവർക്ക് എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഡയറക്ടറാണ് അത് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ആ നോട്ടീസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഇടയ്ക്ക് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡ് പോയിന്റ് റയറായിട്ട് അല്ലെ നമ്മൾ ഈ പോയിന്റ്സുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിപ്പോർട്ട് അപ്പർ മാനേജ്മെന്റ് റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ് അല്ലെ. അപ്പൊ നഴ്സിംഗ് ഫീൽഡിൽ വരുമ്പോഴും അതും നഴ്സിംഗ് ഡയറക്ടറിന്റെ ഒരു ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെയാണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് നെക്സ്റ്റ് അല്ലെ. നെക്സ്റ്റ് ഇതിൽ വരുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. സെക്കൻഡ് കമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ രണ്ടാമത്തെ ആ ഒരു വിങ്ങില് അല്ലെ രണ്ടാമത്തെ പദവി ആജ്ഞാപിക്കാനൊക്കെയുള്ള ആ ഒരു പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ് ആർക്കുള്ളത്? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അത് തന്നെ ചിലപ്പോഴൊക്കെ അല്ലെ വിച്ച് ഈസ് ദ സെക്കൻഡ് കമാൻഡ് അല്ലെ ഹു ഈസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യണം. എന്താണ് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. ജസ്റ്റ് നോട്ട് ചെയ്യാം. Then next sentence പറയുന്നത് he or she will be held responsible for management and supervision of a nursing service of the different departments of the hospital. നമുക്കറിയാം നേരത്തെ അല്ലെ നമ്മള് ഏറ്റവും ടോപ്പിലുള്ളത് ഡയറക്ടറാണ്. അതിനെപോലെ തന്നെ ഒരു സെക്കൻഡ് കമാൻഡ് ഓഫീസർ എന്ന നിലയിൽ നമുക്കറിയാം അല്ലെ മേൽനോട്ടം വഹിക്കുക. എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും മേൽനോട്ടം വഹിക്കുക. ഏത് ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫ് നഴ്സുകളുടെ അല്ലെ എല്ലാ നഴ്സുമാരുടെയും മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രധാനമായിട്ടും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ചെയ്യുന്നത്. Then എന്താണ്? In all area of the nursing activity,
he or she will help the nursing director and act as a director in the absence of the nursing director. നമുക്കറിയാം ഏതൊരു പൊസിഷനിലും അല്ലെ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിത്വമാണെങ്കിൽ അവരുടെ അബ്സെൻസിൽ അവരുടെ പ്രസൻസ് കൈകാര്യം ചെയ്യേണ്ടത് ആരായിരിക്കും? തൊട്ട് താഴെയുള്ള ഫീൽഡിലുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് എന്താണ് ഡയറക്ടറിന്റെ അഭാവത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ റോള് കൈകാര്യം ചെയ്യേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് തന്നെയാണ്. ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് അതിൽ പറയുന്നത് സെക്കൻഡ് കമാൻഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ആബ്സെൻസ് ഓഫ് നഴ്സിംഗ് ഡയറക്ടർ അല്ലെ. നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ അവരുടെ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാലും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഇത്? സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ. സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാനും എളുപ്പം തന്നെയാണ്. അപ്പൊ തന്നെ ക്യാച്ച് ചെയ്ത് പോവുക. Then അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയാണ്. He or she will help the nursing director in his work. നമുക്കറിയാം ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെ. അവര് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അവര് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. Then second point, accountable for master rotation of nurses. നമുക്കറിയാം റൊട്ടേഷൻ, മാസ്റ്റർ റൊട്ടേഷൻ നഴ്സുമാർക്കൊക്കെ എന്താണ് 24 hours അല്ലെ, ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് 24 hours വർക്കിംഗ് ആണ് അല്ലെ. അപ്പൊ അവിടെ നഴ്സുമാരൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ ആയിരിക്കും. അതിന്റെ മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റിനാണ്. Then next എന്താണ്? ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് ദ സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്. ഇത് ശരിക്കും ഇത് അല്ലെ സ്റ്റാഫ് നഴ്സ് ആണ് ഇത് ഡ്യൂട്ടി റോസ്റ്റർ കൈകാര്യം ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുന്നത്, ചെക്ക് ചെയ്തിട്ട് അത് സ്ഥിരീകരിക്കുന്നത് അല്ലെ, അത് നടപ്പാക്കി കൊണ്ടുവരാനായിട്ടുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കുന്നതാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. നൈറ്റ് സൂപ്പർവൈസർ അവരുടെ റിപ്പോർട്ട് ആരെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കയ്യിൽ. അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. നൈറ്റ് സൂപ്പർവൈസറിന്റെ റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ ഉള്ള ചുമതല ആർക്കാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്. Then organize the staff meeting regularly. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ്. ഹു ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി? ആരാണ് സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് അല്ലെ അത് കൈകാര്യം ചെയ്യുന്നത്? ആരാന്ന് ചോദിച്ചു കൂട്ടാറുന്നതൊക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then എന്താണ്? കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇതും ഇടയ്ക്ക് റയർ ആയിട്ട് നമ്മള് എന്താ പറയാ സിമ്പിൾ ആയിട്ട് ഉണ്ടാവൂല, അങ്ങനെയല്ല. അത്രയും പ്രധാനപ്പെട്ട പോയിന്റ് അല്ല എന്ന് വെച്ച് തള്ളിക്കളയുന്നതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോ ഇതും നോട്ട് ചെയ്ത് വെക്കാം. കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് അവരുടെ ഓരോ സ്റ്റാഫുകളും അല്ലെ നഴ്സിംഗ് എന്നുള്ള ലെവലിൽ തന്നെ അവിടെ ചാർജ് ചെയ്ത് ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം അല്ലെ അവരുടെ സ്ഥിതിവിവര കണക്കുകളെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടതും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then supervise the neatness of the ward with the help of a nursing in charge. അതായത് വാർഡ് അല്ലെ അത് നീറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്, അതിനെ മേൽനോട്ടം വഹിക്കുന്ന ഡ്യൂട്ടി ആരെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയാണ്. അപ്പോ ഇതെല്ലാം വീണ്ടും നഴ്സിംഗ് ഇൻചാർജിന്റെ ഇതിലേക്ക് വരുന്നുണ്ട്. എന്താണ്? നീറ്റ്നെസ്, വാർഡിന്റെ നീറ്റ്നെസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഴ്സിംഗ് ഇൻചാർജ് ആണ്. പക്ഷെ ഇവരെ മേൽനോട്ടം നയിക്കുന്ന ആ ഒരു ഡ്യൂട്ടി ആർക്കാണ്? സൂപ്പർവൈസ് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയാണ്. Then എന്താണ്? അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ്സ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. അതായത് എല്ലാ തരത്തിലുള്ള ഇതിലെ നഴ്സിംഗിന്റെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ പോളിസിക്ക് അനുസൃതമായിട്ട് നയങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് നല്ല സേവനം കാഴ്ചവെക്കുന്ന രീതിയിൽ തന്നെയാണോ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന് അത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം.
തേർഡ് പോയിന്റ് ഉള്ളവർ പറയാം. Check and confirm the duty roster of staff nurses prepared by nursing in charge. ശരിക്കും ഈ ഇത് അല്ലെ പ്രിപ്പയർഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാഫ് നഴ്സുകളുടെ ഡ്യൂട്ടി സമയങ്ങളെല്ലാം അത് കൈകാര്യം ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. നമുക്കറിയാം ഓരോ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തികൾ ഓരോ നഴ്സുമാരുടെ ഏത് സമയത്തുള്ള ഷിഫ്റ്റ് ഡ്യൂട്ടികളാണെന്നുള്ളത് അവർ അറേഞ്ച് ചെയ്യും. പക്ഷെ അത് അറേഞ്ച് ചെയ്തിട്ട് ആൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നഴ്സിംഗ് സൂപ്രണ്ടന്റിന് ചെയ്യേണ്ടതായിട്ട് വരും. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് അത് കൺഫേം ചെയ്യുന്നത്, അതായത് സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, ഇത് വയലബിൾ ആണ്, ഇത് നടപ്പാക്കാവുന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? 6th point, keep the record of staff statistics in connected with the education program. അതായത് നമുക്ക് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് സൂക്ഷിക്കുക അല്ലെ, എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ കൂടി, അതായത് ഓരോ സ്റ്റാഫുകളുടെയും എല്ലാ ഡീറ്റെയിൽസും, സ്റ്റാഫുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സ്ഥിതിവിവര കണക്കുകളുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷനിലായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ റെക്കോർഡിക്കലി അല്ലെ രേഖപ്പെടുത്തിയിട്ടുണ്ടത്. അത് സൂക്ഷിച്ചു വെക്കേണ്ടത് എവിടെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ആ ഒരു റെക്കോർഡിക്കലായിട്ടുള്ള രേഖകളുടെ കീഴിലാണ് അതെല്ലാം രേഖപ്പെടുത്തി വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? Clear ayo? Keep the record of staff statistics and connected with the education program. Okay. The next, എന്തെങ്കിലും വായിച്ചു നോക്കാം. നമുക്ക് പതിയെ പോകാവുന്നേ ഉള്ളൂ, നമുക്ക് അധികം അല്ല സ്പീഡ് തീർക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പഠിച്ചു പോകാനും ശ്രമിക്കുക. കാരണം ഇത് ഏത് പോയിന്റും വരാനുള്ള ചാൻസ് ഉണ്ട്. ഏത് പോയിന്റ് വെച്ചിട്ടാണെങ്കിലും ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് പറയാം, ഓപ്ഷൻസ് വരുമ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തും അല്ലെ. അതിൽ കൃത്യമായിട്ട് തന്നെ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും, നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടാവും, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി പോവുക, കാരണം അത് അതിൽ ഉൾക്കൊള്ളേണ്ടത് കൊണ്ട് തന്നെ. അപ്പൊ നമ്മളൊക്കെ ലാസ്റ്റ് പോയിന്റ് നോക്കാം. അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ. Arrange and plan nursing care activities of the wards as per hospital policies and services. അതായത് ഹോസ്പിറ്റലിന്റെ നയങ്ങളും അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെല്ലാം തന്നെ ആ വാർഡിലുള്ളതാണെങ്കിലും അത് വാർഡിലെ എല്ലാ ആക്ടിവിറ്റീസുകളും, അത് എല്ലാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താണ്, അത് കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം അല്ലെ. നമുക്കൊരു വാർഡില് ഡ്യൂട്ടി ആണെങ്കിൽ അത് ആദ്യം തന്നെ അല്ലെ ഏത് സമയം തുടങ്ങി തന്നെയാണ് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യേണ്ടത്, അത് എങ്ങനെ തന്നെയാണ് ആ ഒരു സമയമൊക്കെ ഉണ്ട് അല്ലെ. ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടതൊക്കെ ഉണ്ട് അല്ലെ. അത് ആ ഒരു പ്ലാനിങ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് എന്നുള്ളത്. Arrange and plan nursing care activities of the ward as per hospital policies and services. ശരിക്കും ഈ സേവനങ്ങളും പോളിസികളും എല്ലാം നടപ്പാക്കുന്നത് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയാണ്. അപ്പൊ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. അത് ഇന്ന രീതിയിൽ നമ്മൾ കണ്ടായിരുന്നു, ഡ്യൂട്ടി അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടി റോസ്റ്റർ ഒക്കെ കൺഫേം ചെയ്ത് സ്ഥിരീകരിക്കുന്നവരാണ്. അപ്പൊ അവര് ഓരോരുത്തരും ആ ഡ്യൂട്ടിക്ക് കയറി ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പോകണം അല്ലെ. ആ ഒരു നല്ല സർവീസ് അവിടെ കാഴ്ചവെക്കണം, എന്നാൽ മാത്രമേ വീണ്ടും പേഷ്യൻസ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അത് തന്നെയാണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്കപ്പോ നഴ്സിംഗ് സൂപ്പർവൈസറും കൂടി എടുക്കാം അല്ലെ. നഴ്സിംഗ് ഇൻചാർജും സ്റ്റാഫ് നഴ്സും പിന്നെ അധികം ഇല്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമുക്ക് തീർക്കാം. അപ്പൊ അടുത്ത ക്ലാസ് വരുമ്പോൾ
നിങ്ങൾ അല്ലെ ഞാൻ എടുത്ത ഫസ്റ്റ് ലെസൺ എന്തായാലും ഒന്ന് കൊണ്ടുവരാം. പരമാവധി നമുക്ക് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് മുമ്പായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഞാൻ എടുത്ത പോർഷൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയില്ലേ? ഏതൊക്കെയാണ് ഞാൻ എടുത്തത്? ഫ്രണ്ട് ഓഫീസ് എടുത്തിട്ടുണ്ട് അല്ലെ? പകുതി ഭാഗം ഞാൻ ഫ്രണ്ട് ഓഫീസ് എടുത്തിട്ടുണ്ട്. വില്ലേജ് വേസ്റ്റ് എടുത്തിട്ടുണ്ട്. ദെൻ നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഒരെണ്ണം കൂടി ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ അത്രയും നമുക്കൊന്ന് എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്തു പോകും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഏതാ ഞാൻ ആദ്യം റിവൈസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഭാഗം ഏതാണെന്നൊന്നും. ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനോടൊപ്പം തന്നെ കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. കണ്ടിന്യൂ ചെയ്യാലോ? A nursing supervisor is concerned as a nursing executive and is a part of a leadership team and is considered a nursing executive. Nursing executive എന്നുള്ള രീതിയിൽ തന്നെയാണ് ആരെ കൺസിഡർ ചെയ്യുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസറിനെ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന മറ്റൊരു ഇതല്ലേ, വേറൊരു പേരെന്ന് പറയാം. ആരെന്ന്? നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. അത് മറന്നു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറിനെ കണക്കാക്കുന്നു. ഇതിനെന്താണ് വീണ്ടും പറയുന്നത്? ടീമിന്റെ ഭാഗമായിട്ട് നേതൃത്വമായിട്ടും ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ തന്നെ. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ടീമിനെ അല്ലെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇതാണ് അല്ലെ. അപ്പൊ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അത് കറക്റ്റ് ചെയ്ത് അല്ലെ ടീമിനെ മേൽനോട്ടം വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. ഒരു നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു നേതൃത്വം വഹിച്ചുകൊണ്ട് അല്ലെ ടീം ഒരു ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെ ഒരു വ്യക്തിത്വമാണ് ആരുടെ? നഴ്സിംഗ് സൂപ്പർവൈസറിന്റേത്. Then എന്താണ് അത്? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. കൺസിഡേർഡ് ആസ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ളത്. There is a nursing supervisor available around the clock. അതായത് അല്ലെ 24 മണിക്കൂറും അദ്ദേഹം അവിടെ ഓൾറൗണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഓടിപ്പാഞ്ഞ ഒരു സൂപ്പർവൈസർ വരിക എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും മേൽനോട്ടം വഹിച്ച് കറക്റ്റ് ചെയ്ത് അല്ലെ എന്തെങ്കിലുമൊക്കെ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകുക. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. There is a നഴ്സിംഗ് സൂപ്പർവൈസർ അവൈലബിൾ അറൌണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂറും അദ്ദേഹം അവരുടെ സൂപ്പർവൈസറി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. Nursing supervisor should always be ready to attend the patient either in person or by way of a consultation in an on-call capacity. അതായത് എപ്പോഴും അല്ലെ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ രോഗിയെ നേരിട്ട് അല്ലെ അതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. either in person അല്ലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് ഓൺ കോൾ വഴി അല്ലെ ഓൺ കോൾ വഴി എന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലെ ഏതെങ്കിലും ഒരു കോള് വന്നിട്ട് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് ഓൺ കോൾ വഴി തന്നെയായിട്ട് ആ രോഗിയെ പരിഗണിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നല്ലൊരു സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ രോഗിയെ നേരിട്ടോ അതല്ലെങ്കിൽ ഓൺ കോൾ വഴിയോ അദ്ദേഹത്തിന്റെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസറുടെ എന്ന് പറയുന്നത്. എന്താണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്? ഓവർസീ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ നമുക്കറിയാം നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ അല്ലെ മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സുപ്പീരിയർ ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് അല്ലെ. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് ആര്? സുപ്പീരിയർ നഴ്സിംഗ് സൂപ്പർവൈസർ. അപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറിനെ എന്താണ് ഓവർസീ ചെയ്യുന്നത് മേൽനോട്ടം വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അത്
നാച്ചുറലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. അതും ചിലപ്പോഴൊക്കെ ഒരു എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ തന്നെ ഒരു ചോദ്യങ്ങളായിട്ട് വരാം. നഴ്സിംഗ് സൂപ്പർവൈസർ ഓവർസീ ദ ഡാഷ്. ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. ദെൻ എന്താണ് ആ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്? ജസ്റ്റ് മനസ്സിലായിട്ടാണോ അല്ലെ? ക്ലിയർ ആണോ? എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ? അദ്ദേഹത്തിന്റെ ഒരു നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആണ്. 24 മണിക്കൂറും അദ്ദേഹം അവിടെ സൂപ്പർവൈസറി പോസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് അല്ലെ. നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഒരു മേലാധികാരി എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. പിന്നെ അതുമാതിരി തന്നെ പേഷ്യൻസിന് അല്ലെ നേരിട്ടോ അല്ലാതെയോ അവര് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ. അവർക്ക് അവരെ സേവനം കാഴ്ചവെക്കാനായിട്ട് അവസരം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്? To select, orient, train, assign, schedule, coaching, counseling and discipline employees. അതായത് അവിടുത്തെ വർക്കേഴ്സിനെ അല്ലെ, വർക്കേഴ്സിനെ ഓൾറൗണ്ട് ആയിട്ട് തന്നെ 24 മണിക്കൂറും നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും എപ്പോഴും കറക്ഷൻ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ. എന്തെങ്കിലും അല്ലെങ്കിൽ ഷെഡ്യൂൾ കോച്ചിങ് ഒക്കെ കൊടുക്കും. നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ ക്ലിയർ അല്ലാഞ്ഞിട്ട് കാരണമാണ് അത് അപ് ടു ഡേറ്റ് ആയിട്ട് നടത്താൻ പറ്റാത്തത്. അങ്ങനെ എന്തെങ്കിലും ഷെഡ്യൂൾ കോച്ചിങ് കൊടുക്കും. അല്ലെങ്കിൽ അസൈൻ എന്ന് പറയുമ്പോൾ എന്താണ് വിലയിരുത്തും. അതോടൊപ്പം തന്നെ ട്രെയിൻ അല്ലെ, അതൊരു ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ട്രെയിനിങ്ങും കൊടുക്കും. അതേമാതിരി തന്നെ ടു സെലക്ട് ആൻഡ് ഓറിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കും അല്ലെ. ഓരോ കാര്യങ്ങളൊക്കെ സെലക്ട് ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ഓറിയന്റ് എന്ന് പറയുമ്പോൾ അവരെ മനസ്സിലാക്കി കൊടുക്കും. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഒരു സൂപ്പർവൈസർ ആയിട്ട് തന്നെ നിന്നുകൊണ്ട് ഓരോ വർക്കേഴ്സിനും ഡിസിപ്ലിൻ എല്ലാവർക്കും ഒരു അച്ചടക്കം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ എംപ്ലോയിയുടെ ഇടയിൽ നിന്നുകൊണ്ട് സൂപ്പർവൈസറി പോസ്റ്റിലുള്ള വ്യക്തി പ്രവർത്തിക്കും എന്നുള്ളതാണ്. എന്താണ് മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുമ്പോൾ തന്ത്രപരമായിട്ടുള്ള പ്ലാനുകൾ അല്ലെ. തന്ത്രപരമായിട്ടുള്ള പ്ലാനുകൾ അല്ലെ. എന്തെങ്കിലും തന്ത്രപരമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളെല്ലാം തന്നെ അവർക്ക് അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കറിയാം എന്തെങ്കിലും അല്ലെ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവര് മനസ്സിലാക്കിയെടുക്കും ഇത് ഇന്ന പ്രോബ്ലം കൊണ്ടാണ് ഇത് ശരിയാവാൻ പറ്റാത്തത്. അപ്പൊ അതിനെ അത് ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ ആ എംപ്ലോയീസ് ഈ രീതിയിലൊക്കെ വർക്ക് ചെയ്താൽ ചിലപ്പോൾ ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ തന്ത്രപരമായി തന്നെ ആസൂത്രണം ചെയ്തിട്ട് നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അല്ലെ അത് മനസ്സിലാക്കി തന്നെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കാനായിട്ട് ഈ ഒരു സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ്. മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് അല്ലെ, ഒരു നേതൃത്വം വഹിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അത് ആ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ഔട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. എന്താണ് മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് നമുക്ക് അറിയാം പോളിസീസും പ്രൊസീജിയേഴ്സും അല്ലെ, എല്ലാവരും അറിയാവുന്നതാണ്. പോളിസി എന്ന് പറയുന്നത് നയങ്ങളാണ്, പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നടപടിക്രമങ്ങളാണ്. അത് മാത്രം തന്നെയുള്ള കാര്യം തന്നെയാണ് നോംസ് എന്ന് പറയുമ്പോഴും മാനദണ്ഡങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്. നഴ്സിംഗ് ഫീൽഡിലുള്ളവരുടെ ആ തത്വങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നയങ്ങള് നടപടിക്രമങ്ങളെല്ലാം അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ, അതെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുവരുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, മെയിൻറ്റെയിൻ. അപ്പൊ മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആര് തന്നെയായിരിക്കും? നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും. ക്ലിയർ ആവുന്നില്ലേ? ചില ക്വസ്റ്റ്യൻസുകളൊക്കെ അങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം നോക്കാം. മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നടപടികള് അല്ലെങ്കിൽ നടപടിക്രമങ്ങള് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെല്ലാം പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവരുന്നത് ഉണ്ടാക്കി വരുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിലുള്ള വ്യക്തിത്വമാണ്. എന്താണ് ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്.
അതായത് എപ്പോഴും അവിടെ പേഷ്യൻസിന് നല്ലൊരു സേവനം കാഴ്ച കൊടുക്കണം അല്ലെ. അപ്പം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പേഴ്സണൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, കെട്ടിപ്പടുക്കാനായിട്ട് ഒരു നമ്മുടെ സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവർക്ക് സാധിക്കും എന്നുള്ളത്. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിങ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. നമുക്കറിയാം പേഷ്യൻസിനോട് ഒരു നല്ല ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ മാത്രമേ വീണ്ടും പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് തയ്യാറാവുള്ളൂ അല്ലെ. അപ്പൊ ഒരു നല്ല പേഴ്സണൽ അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതിന്റെ ആവശ്യകത കൂടെ മനസ്സിലാക്കി അത് കണ്ടെത്താനായിട്ടും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെന്താണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീംസ്. അതായത് ഇൻഫർമേഷൻസ് പേഷ്യന്റിനാണെങ്കിലും ഹെൽത്ത് ടീമിനാണെങ്കിലും എല്ലാ തരത്തിലുള്ള വിവരങ്ങളെല്ലാം എത്തിക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസറിലുള്ളവരാണ്. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് എ പേഷ്യന്റ് കെയർ സർവീസ് അല്ലെ. എന്തെങ്കിലും സേവനവുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകൾ അല്ലെ, രേഖാമൂലമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. Then confirm operation of a medical and administrative equipment and verify emergency equipment availability. അതായത് നമുക്കറിയാം അല്ലെ, ഇപ്പൊ നഴ്സുമാരെയൊക്കെ ഓരോരുത്തരെയും അവര് ഓൾറൗണ്ട് ആയിട്ട് നിന്നുകൊണ്ട് തന്നെയായിരിക്കും പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്നത്. അതിനിടയിൽ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യും അല്ലെ. അത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടോ അല്ലെ, പ്രവർത്തനങ്ങളൊക്കെ കഴിച്ചുവെക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ ഇല്ല എങ്കിൽ അത് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി ചിന്തിച്ച് അത് കൈകാര്യം ചെയ്യുന്നത്, കൺഫേം ചെയ്ത് സ്ഥിരീകരിക്കുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ തന്നെയാണ്. ടെസ്റ്റ് വായിച്ചു നോക്കുക. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് എ പേഷ്യന്റ് കെയർ സർവീസ്. അതായത് പേഷ്യന്റിന്റെ സർവീസുകൾ, സേവനങ്ങള്, അത് ഡോക്യുമെന്റേഷൻ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എത്തുകുത്തുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും സർവീസ് നമ്മൾ പഠിച്ച അത് സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഡോക്യുമെന്റേഷൻ വർക്കുകൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് ഉണ്ടാക്കുന്നതും. അതിപ്പോ നമുക്കറിയാം ഇൻചാർജ് ഉള്ള വാർഡൊക്കെ ആണെങ്കിൽ ഇൻചാർജ് പഠിക്കാനുണ്ട്, ഇൻചാർജ് ഉള്ള വ്യക്തി തന്നെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ സൂപ്പർവൈസറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരായിരിക്കും? നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും. അപ്പൊ അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. അവരുണ്ടാക്കിയത് ഓക്കെ അല്ലെ, അത് സ്ഥിരീകരിക്കുക എന്നുള്ള ഡ്യൂട്ടി എല്ലാം നഴ്സിംഗ് സൂപ്പർവൈസറിൻ്റെതായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങൾ എല്ലാ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക എന്നുള്ള പോയിന്റ്സിൽ വരുമ്പോൾ കുറച്ച് അല്ലെ, കുറച്ച് പോയിന്റ്സുകളൊക്കെ ഉണ്ട്. ഡോക്യുമെന്റേഷൻ, മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ് ഒക്കെ ആ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. അതേമാതിരി അതിപ്പോ ഒന്നില്ലെങ്കിൽ അല്ലെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക് പോലെ ഡാഷ് ഇട്ടിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഹൂ എന്ന് പറഞ്ഞുള്ള ആ ഒരു രീതിയിൽ തന്നെ അല്ലെ, വിച്ച് പേഴ്സൺ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയും ചോദിക്കാം. ഇവിടെയുണ്ട് അങ്ങനെ തന്നെ. ഹു അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം നൈറ്റ് സൂപ്പർവൈസർ, അല്ലെങ്കിൽ ഡാഷ് സൂപ്പർവൈസർ നീഡ്നെസ് ഓഫ് വാർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ഇൻചാർജ്. ഏത് പോയിന്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ചോദിക്കാവുന്നത് കൊണ്ട് തന്നെ പോയിന്റ്സുകളെല്ലാം തന്നെ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക.
ആ ഹൈറാർക്കി മസ്റ്റായിട്ടും ആ ഒരു ലേബലിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാം. എന്നാൽ മാത്രമേ പോയിന്റ് ഓർക്കുമ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള പേഴ്സൺ ആണെന്ന് കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. ഏറ്റവും ടോപ്പില് നഴ്സിംഗ് ഡയറക്ടർ, അദ്ദേഹത്തിന് കീഴിലാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അതിന് കീഴിലാണ് നഴ്സിംഗ് സൂപ്പർവൈസർ, സൂപ്പർവൈസറിന്റെ കീഴിലാണ് നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ആ ഒരു ഹൈറാർക്കി ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ വരുമ്പോ നമ്മള് ഈ ഇതിനോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററും കൂടി എടുക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.